അസ്സലാമു അലൈക്കും. സിമ്പിളായിട്ട് നമുക്ക് മീൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. വലിയ ഉള്ളി, പച്ചമുളക്, തക്കാളി ഇത് മൂന്നും പാടി മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. ചെറിയ ഉള്ളി നമ്മൾ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അരച്ച അരപ്പിന് നമ്മൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. പിന്നെ ജാറ് കഴുകിയിട്ട് ഒരു അരജാറ് വെള്ളമോളം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി വേണം, അത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ ഈ കറിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമ്മൾ കറിയിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പുളിവെള്ളം ഒഴിക്കുക. പുളിവെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീനുണ്ട്, ഏത് മീനാണോ ഞാൻ എടുത്തിരിക്കണത്, ഇന്നിപ്പോൾ നത്തോലി, കൊഴുവ എന്നൊക്കെ പറയുന്ന മീൻ എടുത്തിരിക്കണം. നിങ്ങൾ ഏത് മീൻ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിന്ന് 250 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് നമുക്കത് വെന്തു എന്നുള്ളൊരു ഉറപ്പ് വരുമല്ലോ. ആ വരുന്ന ടൈമിൽ നമ്മൾക്ക് അതിലേക്ക് കറിവേപ്പില ഇടുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലാടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം കറി റെഡിയായി. സിമ്പിളാണ്. നമ്മളതൊന്ന് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മൺചട്ടി ആയതുകൊണ്ട് ഒന്നുകൂടി ഇരുന്ന് തിളയ്ക്കുമല്ലോ. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളത് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ.